അടുത്തത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലെ മറ്റൊരു ചോദ്യം നോക്കാം. Prove that for a set of numbers in arithmetic sequence, the mean and median are equal. സമാന്തര ശ്രേണിയിലായ കുറെ സംഖ്യകളുടെ മധ്യമവും മാധ്യവും തുല്യമാണെന്ന് തെളിയിക്കണം. ഓക്കെ, അപ്പോൾ സമാന്തര ശ്രേണി നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസുമായിട്ട് കണക്ട് ആയിട്ടുള്ള അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ സമാന്തര ശ്രേണിയിലെ കുറച്ച് സംഖ്യകൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീനും മീഡിയനും തുല്യമാണ് അല്ലെങ്കിൽ ഈക്വൽ ആണ് എന്നുള്ളത് തെളിയിക്കാനാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ചോദ്യം. അപ്പോൾ ഞാൻ സമാന്തര ശ്രേണിയിൽ ഒരു 3 നമ്പർ എടുത്തു. നമുക്ക് ആദ്യം ഒറ്റ സംഖ്യകൾ എടുക്കാം, പിന്നെ ഒറ്റ സംഖ്യ. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഒറ്റ സംഖ്യകൾ, അതായത് 3 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒറ്റ സംഖ്യ വന്നു കഴിഞ്ഞാൽ മീഡിയം കാണാൻ ഒരു ചെറിയൊരു മെത്തേഡ് ഉണ്ട്, ഇരട്ട സംഖ്യ വന്നു കഴിഞ്ഞാൽ മീഡിയം കാണാൻ ചെറിയൊരു മെത്തേഡ് ഉണ്ട്. അതുകൊണ്ട് ആദ്യം നമുക്ക് ഒറ്റ സംഖ്യകൾ എണ്ണം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ നോക്കാം. ഓക്കെ, മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ മാധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടിയും കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, എണ്ണം കൊണ്ട് ഹരിക്കണം. അപ്പോ എല്ലാം കൂട്ടാൻ പോവാണ്. എക്സ് പ്ലസ് എക്സ് പ്ലസ് ഡി പ്ലസ് എക്സ് പ്ലസ് 2d. സമാന്തര ശ്രേണിയിലെ പദങ്ങൾ നമ്മൾ എഴുതാൻ പഠിച്ചാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ അല്ലെ. എത്ര എക്സ് ഉണ്ട്? 1 2 3 എക്സ് ഉണ്ട്. എത്ര ഡി ഉണ്ട്? ഇവിടെ 1 ഡി, ഇവിടെ 2 ഡി, അപ്പൊ 3 ഡി. ഓക്കെ, 3 രണ്ടിലും കോമൺ ആണ്. അപ്പൊ 3നെ ഞാൻ പുറത്തെടുത്തു. അപ്പൊ 3 എന്തായി പോയി? ക്യാൻസൽ ആയി പോയാണ്ട് വെറും എക്സ് പ്ലസ് ഡി നീട്ടി. ഇനി മീഡിയൻ അല്ലെങ്കിൽ മധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെന്ററിൽ വരുന്ന നമ്പറാണ്. 3 നമ്പറിന്റെ സെന്റർ എന്ന് പറയുന്നത് 3ക്ക് 1 കൂട്ടിയാൽ 4, അതിന്റെ പകുതി 2. രണ്ടാമത്തെ നമ്പർ ഏതാ? രണ്ടാമത്തെ നമ്പർ എക്സ് പ്ലസ് ഡി. സെയിം അല്ലേ? ഇനി അടുത്തത് 4 നമ്പർ എടുത്തു കഴിഞ്ഞാൽ എന്താവും? അത് ഒന്നാമത്തെ ടേം എക്സ്, രണ്ടാമത്തെ ടേം എക്സ് പ്ലസ് ഡി, മൂന്നാമത്തെ ടേം എക്സ് പ്ലസ് 2d, നാലാമത്തെ ടേം എക്സ് പ്ലസ് 3d. ഇങ്ങനെ 4 നമ്പറുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈവൺ നമ്പർ ആണ് എണ്ണം വരുന്നെങ്കിൽ അതിന്റെ പകുതിയും അതിന്റെ തൊട്ടപ്പുറത്തെ ആളെയും കൂട്ടുന്നതാണ് മീഡിയം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് മീൻ നോക്കാം. എല്ലാം കൂടിയും കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കണം. എല്ലാം കൂട്ടുകയാണ്. എത്ര എക്സ് ഉണ്ട് നോക്കാം. 1 2 3 4 എക്സ്, ഇവിടെ 1 ഡി 2 ഡി, അപ്പോ 3 ഡി, 3 3 6 ഡി. ആദ്യം എക്സുകളെ കൂട്ടി, അപ്പൊ 4 എക്സ്, 6 ഡി ഉണ്ട്. അപ്പോ ഇതിൽ കോമൺ ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് ആരാണ്? 4 അല്ല, 2 ആണ് ഇതിലെ കോമൺ. അപ്പൊ ഈ 4ന്ന് ഞാൻ 2നെ പുറത്തെടുത്തു, 6ന്ന് 2നെ പുറത്തെടുത്തു. അപ്പൊ 4ന്ന് 2നെ പുറത്തെടുത്താൽ ബാക്കി 2 വരും. 6ന്ന് 2നെ പുറത്തെടുത്താൽ ബാക്കി 4 അല്ല വരിക, 3 ആണ് വരിക. നമ്മൾ ഒരു നമ്പറിന് രണ്ട് നമ്പറിന് കോമൺ ആയിട്ട് ഒരു നമ്പറിനെ പുറത്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ബാക്കി കാണാന് ഡിവിഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ആ നമ്പറിനെ പുറത്ത് എഴുതിയിട്ട് നമ്മൾ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് മറ്റൊരു നമ്പറിനെ എഴുതുന്നത്. അപ്പൊ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ മൾട്ടിപ്ലൈ ആണ് ചെയ്യുക. കേട്ടോ, ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ മേലത്തെ സംഖ്യ കിട്ടണം. 2 × 2 4x, 2 × 3 6x. അപ്പൊ ബ്രാക്കറ്റിന് പുറത്തെടുക്കുമ്പോൾ, കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ ബാക്കി കാണാൻ നിങ്ങൾ മൈനസ് ചെയ്യരുത്. പല കുട്ടികളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണത്, മൈനസ് ചെയ്യും. അപ്പോ കോമൺ ആയിട്ട് നമ്മളൊരു നമ്പറിനെ പുറത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി കാണാൻ ഡിവൈഡ് ചെയ്യണം. ഓക്കെ ആണല്ലോ? ഇനി ഈ 2ഉം ഈ 4ഉം എന്തായി പോവും? ക്യാൻസൽ ആയി പോയിട്ട് ഇവിടെ 2 എന്ന് കിട്ടും അല്ലെ. 4ൽ എത്ര 2 ഉണ്ട്? 2 എണ്ണം. അപ്പൊ നമ്മളുടെ ആൻസർ ആയി നമുക്ക് 2x + 3d/2. ഇത് മീനാണ്, മാധ്യാണ്. ഇനി മധ്യമം കാണാൻ പോവാണ്. നടുവിലത്തെ 2 സംഖ്യകളാണ് നമുക്കുള്ളത്. 4 നമ്പറാണ്. അപ്പൊ രണ്ടാമത്തെ മൂന്നാമത്തെ ആളെയും കൂട്ടിയിട്ട് അതിന്റെ പകുതി കാണണം. ഓക്കെ, 4ന്റെ പകുതി 2, പിന്നെ മൂന്നാമത്തെ ആളെ എടുക്കുക, അതിന്റെ പകുതി. രണ്ടാമത്തെ ആള് എക്സ് പ്ലസ് ഡി ആണ്, മൂന്നാമത്തെ ആള് എക്സ് പ്ലസ് 2d ആണ്. എത്ര എക്സ് ഉണ്ട്? എക്സ് എക്സും 2x, ഇവിടെ 1 ഡി, ഇവിടെ 2 ഡി, അപ്പൊ 3 ഡി. കണ്ടോ? 2x + 3d/2 അതാണ് മീഡിയൻ. മീനും എന്നല്ലോ നോക്കിയാ 2x + 3d/2. അപ്പോ ഈ ഒറ്റ സംഖ്യകൾ എടുത്താലും ശരി, ഇരട്ട സംഖ്യകൾ എണ്ണായിട്ട് എടുത്താലും ശരി, മീനും മീഡിയനും സമാന്തര ശ്രേണിയിൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ.